ഹമാസ് വീരൻ ഹക്കീം അൽ ഇസയെ ഇസ്രായേൽ വധിച്ചു. ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇസ കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇസ. ഒക്ടോബർ 7-നുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ. ഗാസയിലെ സബ്രയിൽ ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് പ്രതിരോധ സേന അറിയിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദ വിവരങ്ങൾ? ഔദ്യോഗികമായാണ് ഹക്കീം അൽ ഇസ കൊല്ലപ്പെട്ടുവെന്ന വിവരം ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത്. ഇസ്രായേൽ പ്രതിരോധ സേന സൂചിപ്പിക്കുന്നത് ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ, ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിൽ ഗാസയിൽ നിന്നും നേതൃത്വം വഹിച്ച കമാൻഡർ കൂടിയായിരുന്നു ഇയാൾ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാലങ്ങളായി ഈ സംവിധാനത്തിന്റെ, അതായത് ഈ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ മേധാവിയായും പരിശീലകനുമായും ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. ഇയാൾക്കെതിരെ നടന്ന ആക്രമണം തുടർച്ചയായി ഇയാളെ കണ്ടെത്തുന്നതിനും ഇയാളെ കൊലപ്പെടുത്തുന്നതിനുമുള്ള നീക്കം ഇസ്രായേൽ പ്രതിരോധ സേന നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ മധ്യ ഇസ്രായേലിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണം ശക്തമായി മേഖലയിൽ തുടരുകയും ഇത്തരത്തിലുള്ള ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ എല്ലാ ഓപ്പറേറ്റീവ്സിനെയും, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏവരെയും കൊലപ്പെടുത്തുകയും ചെയ്യുമെന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ ഇന്നലെയുമായി നടക്കുന്ന വ്യോമാക്രമണങ്ങളിൽ നിരവധി സൈനിക സംവിധാനങ്ങൾ ഹമാസിന്റെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നും ഇത്തരം ആക്രമണങ്ങൾ നടക്കുമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ഹക്കീം ഇസയുടെ കൊലപാതകം നടന്നത്, അല്ലെങ്കിൽ അയാളെ വധിച്ചത് ഇന്നലെയാണ് പുറത്തുവിട്ടത് എങ്കിൽ കൂടി കുറെ കൂടി നേരത്തെ ഈ സംഭവം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സൂചനകളും കൃത്യമായ വിശദീകരണങ്ങളും അനുസരിച്ച് ഹക്കീം അൽ ഇസ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത്. ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ മുൻ മേധാവിയായിരുന്ന ഇസയെയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ വധിച്ചിരിക്കുന്നത്.